ഹലോ നമസ്കാരം. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേർഡിൻ്റെ മെയിലിങ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയിൽ മർജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൽ മർജ് മെയിലിങ്സ് ടാബിലാണ്. ഓൾട്ട് എം ആണ് മെയിലിങ്സ് ടാബിൻ്റെ ആക്സസ് കീ, ഓൾട്ട് എസ് റെഫറൻസ് ടാബിൻ്റെ ആക്സസ് കീ ആണ്, ഓൾട്ട് എം മെയിലിങ്സ് ടാബിൻ്റെ ആക്സസ് കീ ആണ്. അപ്പോൾ മെയിലിങ്സ് ടാബ് എന്ന് പറയുന്ന ടാബ് നമുക്കുണ്ട് പഠിക്കാൻ. ആ ടാബ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ടാബ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കുന്നത് മെയിൽ മർജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ്. അപ്പോൾ എന്താണ് മെയിൽ മർജ് എന്ന് ചോദിച്ചാൽ, ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ഡേറ്റ, ഒരു ഫോർമാറ്റിനെ ഒരുപാട് ഡേറ്റ സോഴ്സിലേക്ക് മെർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. ഒരു ഫോർമാറ്റ്, ഒരു സെയിം ആയിട്ടുള്ള ഒരു ഫോർമാറ്റിനെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ കയ്യിലുള്ള മാക്സിമം ഡേറ്റ സോഴ്സിലേക്ക് അയക്കുക എന്നുള്ളതാണ് മെയിൽ മർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓണമൊക്കെ വരെയാണ്, നമുക്കറിയാം. അപ്പോൾ ഓണാശംസകൾ എൻ്റെ കമ്പനിയിലുള്ള 500 പേർക്കും പേരെ അറിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ 500 പേർക്കും വേണ്ടിയിട്ട് 500 രീതിയിൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ലെറ്റർ, ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആളുടെ പേര് മാത്രം അല്ലെങ്കിൽ ആളുടെ അഡ്രസ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുത്തുകൊണ്ട്, ഡേറ്റ സോഴ്സ് മാത്രം മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ആ എത്ര എംപ്ലോയീസ് ഉണ്ടോ അത്രയും എംപ്ലോയീസിലേക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് മെയിൽ മർജ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ഒരു മെയിൽ മർജിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഡേറ്റ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം, എന്താണോ നമ്മുടെ ഒരു ഫോർമാറ്റ്, അതിനെ നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയും. ഒരു ടെംപ്ലേറ്റ് നമുക്ക് വേണം. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റാണ് അല്ലെങ്കിൽ ഡേറ്റയാണ്. മെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ടെംപ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ടെംപ്ലേറ്റും വേണം. പിന്നെ നമുക്ക് അഡ്രസ്സിലേക്കാണല്ലോ അയക്കേണ്ടത്. നമ്മൾ അയക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, ഒരു വ്യക്തമായിട്ടുള്ള യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വിലാസം, അഡ്രസ്സ് വരും. അപ്പോൾ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റും വേണം, അഡ്രസ്സുകൾ വേണം. ഈ അഡ്രസ്സുകൾ നമുക്ക് ഡേറ്റ സോഴ്സ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഒരു ടെംപ്ലേറ്റും ഡേറ്റ സോഴ്സും വേണം എന്ത് ചെയ്യാൻ, മെയിൽ മർജ് ചെയ്യാൻ. മെയിൽ മർജ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്, വ്യക്തമായിട്ടൊരു ടെംപ്ലേറ്റും വേണം, ഒരു ഡേറ്റ സോഴ്സും വേണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ മർജ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ പിള്ളേരെ? അപ്പം ഞാൻ ഇവിടെ നിങ്ങൾ ഇവിടെ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് മെയിലിങ്സ് ടാബ് നിങ്ങൾ കണ്ടല്ലോ. മെയിലിങ്സ് ടാബിൽ ഗ്രൂപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, സ്റ്റാർട്ട് മെയിൽ മർജ് ഉണ്ട്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് ഉണ്ട്, പ്രിവ്യൂ റിസൾട്ട് ഉണ്ട്, ഫിനിഷ് ഉണ്ട്. ഇതിലെല്ലാ ഗ്രൂപ്പും നമുക്ക് വേണ്ട, പക്ഷെ നമുക്ക് വേണമെന്നുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കത് പഠിക്കണം. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെയാണ് മെയിൽ മർജ് ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, മെയിൽ മർജ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഒരു ടെംപ്ലേറ്റിനെ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിനെ ഒരുപാട് അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റ സോഴ്സിലേക്ക് മെർജ് ചെയ്യുക, അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു തയ്യാറാക്കാൻ പോവുകയാണ്, ഒരു ഫോർമാറ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. നോക്കൂ, ഞാനിവിടെ ഒരു ഫോർമാറ്റ് തയ്യാറാക്കി. അപ്പം നമ്മൾ ഫോർമാറ്റ് മാത്രം പോരല്ലോ, നമ്മൾ മെയിൽ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഫ്രം അഡ്രസ്സ് വേണം അല്ലേ? ഫ്രം അഡ്രസ്സല്ലേ ആദ്യം വേണ്ടേ? അപ്പം ഞാൻ ഫ്രം വയ്ക്കുകയാണ്. നോക്കിയോ, ഫ്രം നമുക്ക് സഹകാരി എന്ന് വയ്ക്കാം. ഓക്കെ, അത് 2 ആണ് നമുക്ക് വയ്ക്കേണ്ടത്. 2 ആണ് നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് പോകുന്നത്. ഏതാണ്? 2 ആണ്. 2 അല്ലേ നമ്മുടെ എന്തെന്ന് പറയുന്നത്, റെസിപ്പിയൻസ് എന്ന് പറയുന്നത്. 2 ആണ് നമ്മുടെ റെസിപ്പിയൻസ്. 2 അങ്ങനെ തന്നെ കിടക്കട്ടെ. താഴെ നമുക്ക് പ്ലേസ് കൊടുക്കാം, അതിൻ്റെ താഴെ ഡേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു വ്യക്തമായിട്ടുള്ള ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ടെംപ്ലേറ്റിനെ നമുക്ക് ഡിഫറൻറ്റ് ഡേറ്റ സോഴ്സിലേക്ക് എന്ത് ചെയ്യണം, മർജ് ചെയ്യണം. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മെയിൽ മർജ് എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചത് നിങ്ങൾ കണക്കാക്കേണ്ട, നമ്മൾ സ്റ്റെപ്പാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് എത്താം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കിയേ, ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിൽക്കട്ടെ. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് ചിന്തിക്കുക. ഇത് നിങ്ങൾ ബ്ലാങ്ക് പേജ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
എന്താണ് ടെംപ്ലേറ്റിൻ്റെ നേച്ചർ, അതൊരു ലെറ്റർ ആണോ അതോ എൻവലപ്പ് ആണോ, എന്താണ് നമ്മൾ ടെംപ്ലേറ്റിൻ്റെ നേച്ചർ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റെപ്പുണ്ട്, ഇതൊക്കെ ചെയ്യാൻ ഓരോരോ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ മെയിൽ മെർജ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മെയിലിങ്സ് എന്ന ടാബ് എടുക്കുക. അവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ടൂൾ എടുക്കുക. മെയിലിങ്സ് ടാബിൽ പോയിട്ട് എന്തെടുക്കുക, സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ടൂൾ എടുക്കുക. ഈ സ്റ്റാർട്ട് മെയിൽ മെർജിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എന്ന് പറയുന്ന കിടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മെയിലിങ്സ് ടാബിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുക, ടൂൾ എടുക്കുക. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ സൈഡ് കണ്ടോ, റൈറ്റ് സൈഡ് കണ്ടോ, റൈറ്റ് സൈഡിൽ മെയിൽ മെർജ് വിസാർഡ് ഓപ്പണായി വരികയും മെയിൽ മെർജ് വിസാർഡിന് 6 സ്റ്റെപ്പുകളാണുള്ളത്. എത്ര സ്റ്റെപ്പുകളാണുള്ളത്? 6 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് സെലക്ട് ഡോക്യുമെൻ്റ് ടൈപ്പാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? സെലക്ട് ഡോക്യുമെൻ്റ് ടൈപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് നമ്മൾ പഠിക്കണം. ഡിഫോൾട്ട് ഡോക്യുമെൻ്റ് ടൈപ്പ്, മെയിൽ മെർജിൻ്റെ ഡിഫോൾട്ട് ഡോക്യുമെൻ്റ് ടൈപ്പുകൾ ഏതൊക്കെ? ഒരു മെയിൽ മെർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ മെയിൽ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ വേണമെന്ന് അറിയാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഒരു ടെംപ്ലേറ്റ് വേണം, രണ്ടാമത്തത് ഒരു ഡേറ്റ സോഴ്സ് വേണം. അപ്പോൾ ടെംപ്ലേറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെംപ്ലേറ്റിൻ്റെ നേച്ചർ എന്താണെന്ന് അറിയണം. ടെംപ്ലേറ്റ് ഒരു ലെറ്റർ ആണോ, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഒരു ഇമെയിൽ മെസ്സേജ് ആണോ, ടെംപ്ലേറ്റ് ഒരു എൻവലപ്പ് ആണോ, ടെംപ്ലേറ്റ് ഒരു ലേബലാണോ, ടെംപ്ലേറ്റ് ഒരു ഡയറക്ടറി ആണോ, എന്താണ് നിങ്ങളുടെ ടെംപ്ലേറ്റ് എന്ന് തീരുമാനിക്കണം. ആ തീരുമാനിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ് സെലക്ട് ഡോക്യുമെൻ്റ് ടൈപ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് തരത്തിലുള്ള ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡോക്യുമെൻ്റ് ടൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും വരും. നോക്കിക്കോ, അവിടെ പഠിക്കുക. നമുക്ക് 5 ഡോക്യുമെൻ്റ് ടൈപ്പുകളാണ് ഡിഫോൾട്ടായിട്ടുള്ളത്. ഏതൊക്കെയാ? ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജസ്, എൻവലപ്സ്, ലേബൽസ്, ഡയറക്ടറി. ഓക്കെ അല്ലേ പിള്ളേരെ? ഏതൊക്കെയാ? ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജസ്, എൻവലപ്സ്, ലേബൽസ്, ഡയറക്ടറി. ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ടൈപ്പുകൾ. അപ്പം ഞാൻ ലെറ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് സെലക്ട് ചെയ്തു? ലെറ്റേഴ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ പിള്ളേരെ, ഞാൻ മെയിൽ മെർജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഏത് ടാബാണ് എടുത്തത്? മെയിലിങ്സ് ടാബ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അതായത് സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ടൂളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എടുത്തു. അപ്പോൾ അവിടെ വിസാർഡ് ഓപ്പണായി. ആ വിസാർഡിന് 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ഡോക്യുമെൻ്റ് ടൈപ്പാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് ടൈപ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ അറിയണം. നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പുകൾ അറിയണം. ഡോക്യുമെൻ്റ് ടൈപ്പുകൾ ഏതൊക്കെയാ? ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജസ്, എൻവലപ്സ്, ലേബൽസ്, ഡയറക്ടറി. ഇവയാണ് ഡോക്യുമെൻ്റ് ടൈപ്പുകൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ ലെറ്റർ എന്ന് പറയുന്നത് എടുത്തിട്ട് സ്റ്റാർട്ടിങ് ഡോക്യുമെൻ്റ് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് തയ്യാറാക്കേണ്ടത്. സ്റ്റാർട്ടിങ് ഡോക്യുമെൻ്റ് ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു പേജ് ആണ് ഞാൻ എടുത്തത്. ഡോക്യുമെൻ്റ് നമ്മൾ തന്നെ അടിക്കണം. അല്ല, ടെംപ്ലേറ്റിൽ വേണ്ട കണ്ടന്റ് നമ്മൾ തന്നെ അടിക്കണം. അത് അവരാരും അടിച്ചു തരില്ല. നമ്മൾ അതിന് വേണ്ട പേജാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. ഇനി ഇമെയിൽ മെസ്സേജ് കൊടുത്താൽ കുറേ കൂടി വലിയ പേജ് വരും. ക്ലിയർലി? ലെറ്റേഴ്സ് കൊടുത്തുകൊണ്ട് എനിക്ക് ലെറ്ററിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ പേപ്പർ കിട്ടി. ആ പേപ്പറിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചു. ഞാൻ നേരത്തെ ലെറ്റർ അടിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് ഞാൻ ലെറ്ററാണ് നേരത്തെ തയ്യാറാക്കി വെച്ചത്. ഓക്കെ അല്ലേ? അത് നേരത്തെ ഇല്ല എന്ന് വിചാരിച്ചോളം പറഞ്ഞത് അതുകൊണ്ടാണ്. ശരി, അപ്പോൾ ഞാനൊരു ലെറ്റർ എന്ത് ചെയ്തു, തയ്യാറാക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ലെറ്റർ ഇവിടെ ഈ സ്റ്റെപ്പിൽ ഒരു ലെറ്റർ തയ്യാറാക്കി. നെക്സ്റ്റ് സെലക്ട് റെസിപ്പിയൻറ്റ് എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഞാൻ ടെംപ്ലേറ്റ് എന്ത് ചെയ്തു, തയ്യാറാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ഡേറ്റ സോഴ്സ് തയ്യാറാക്കലാണ്, അല്ലെങ്കിൽ ഡേറ്റ സോഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്ലിയർലി? ടെംപ്ലേറ്റിലേക്ക് എന്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, ഡേറ്റ സോഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സെലക്ട് റെസിപ്പിയൻറ്റ് കൊടുത്തു. സെലക്ട് റെസിപ്പിയൻറ്റ് കൊടുത്തിട്ട് അപ്പോൾ അവർ പറയാണ് സെലക്ട് റെസിപ്പിയൻറ്റ് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം. ഒന്ന്, യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. അതായത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾ
ഡേറ്റാ സോഴ്സ് തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇത് പുതിയ ടെംപ്ലേറ്റ് ആണ്, പക്ഷേ ഡേറ്റാ സോഴ്സ് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കമ്പനിയുടെ എംപ്ലോയി ആണെങ്കിൽ നേരത്തെ തന്നെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് അഡ്രസ്സുകളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസ് ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റും. അല്ല, നിങ്ങൾ ഇവിടെ തയ്യാറാക്കി നിങ്ങളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇട്ടിട്ടില്ല, പക്ഷേ ഇമെയിലിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന അത് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതുമല്ല നിങ്ങളുടെ കയ്യിലില്ല, ഒരു സാധനമില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് കൊടുക്കാം. ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് വരും. അതായത് പുതിയത് ക്രിയേറ്റ് ചെയ്യണ്ടേ, ആ പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവിടെ എന്ത് ചെയ്തു, വന്നു എന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ടെംപ്ലേറ്റ് വേണം, ഒരു ഡേറ്റാ സോഴ്സ് വേണം. ടെംപ്ലേറ്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു അല്ലേ? ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് മെയിൽ മെർജ് എടുത്തു, അതിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ടൂൾ എടുത്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എടുത്തു, വിസാർഡ് വന്നു, അതിൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്തു. 5 ഡോക്യുമെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജസ്, എൻവലോപ്സ്, ലേബൽസ്, ഡയറക്ടറി. അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് കൊടുത്തു. അത് കൊടുത്ത ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെലക്ട് റെസിപ്പിയൻ്റ് എടുത്തു. സെലക്ട് റെസിപ്പിയൻ്റ് എടുത്തപ്പോൾ കിടക്കണം 3 എണ്ണം, 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, സെലക്ട് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്സ്, അടുത്ത ഏതാണ്, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്. അപ്പം നമുക്ക് ഇവിടെ നേരത്തെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. പുതിയ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, തയ്യാറാക്കാൻ പോവുകയാണ്. ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു ബോക്സ് ഞാൻ കൊടുത്തു. അപ്പോഴവിടെ എന്ത് വന്നു, ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സ് വന്നു. കണ്ടോ, ഇവിടെയാണ് നമുക്ക് ഡേറ്റാ സോഴ്സ് എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡേറ്റാ സോഴ്സ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിൻ്റെ ഹെഡിങ്ങുകൾ കണ്ടാ, ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിന് കുറേ ഹെഡിങ്ങുകളില്ലേ, ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം, അഡ്രസ് ലൈൻ, സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തുണ്ട്, കുറേ ഹെഡിങ്ങുകളുണ്ട്. ഈ ഹെഡിങ്ങുകളെ നമ്മൾ ഫീൽഡ് നെയിം എന്ന് വിളിക്കും. ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിൻ്റെ കോളം ഹെഡിങ്ങുകളെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് നെയിം. മറക്കല്ലേ, ഫീൽഡ് നെയിം എന്ന് വിളിക്കും. മറക്കല്ല്, ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിൻ്റെ കോളം ഹെഡിങ്ങുകളാണ് പിള്ളേരെ അതിൻ്റെ പേരാണ്, കോളം ഹെഡിങ്ങിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഫീൽഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീൽഡ് നെയിം നമുക്ക് മൊത്തത്തിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയി കാണാം, അല്ലെങ്കിൽ കസ്റ്റമൈസ് കോളം എടുത്താൽ നോക്ക് പിള്ളേരെ, ഇവിടെ കണ്ടോ ഫീൽഡ് നെയിം ലിസ്റ്റ് ചെയ്ത് വന്ന കണ്ടോ. അപ്പോൾ ഈ ഫീൽഡ് നെയിം ഇവിടെ മുകളിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ടൈറ്റിലുണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, കമ്പനി നെയിം ഉണ്ട്, അഡ്രസ് ലൈൻ 1 ഉണ്ട്, 2 ഉണ്ട്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, കൺട്രി ഓർ റീജിയൻ, ഹോം ഫോൺ, വർക്ക് ഫോൺ, ഇമെയിൽ അഡ്രസ്. ഇതൊക്കെ എന്താണ്, ഫീൽഡ് നെയിമുകളാണ്. ഈ പേരാണ് ഇവിടെ മുകളിലുള്ളത്. അതായത് ഒരു അഡ്രസ്സ് എങ്ങനെയൊക്കെ കൊടുക്കാം, ഒരു അഡ്രസ്സിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡാണ് അഡ്രസ്സിനുള്ളത് എന്ന് നമുക്ക് ഇത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവൂലേ. പക്ഷെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ സാധാരണ അഡ്രസ്സില്ലേ, നമ്മളിവിടെ കൊടുക്കൂലേ അഡ്രസ്സ്, ആ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് ആഡ് ചെയ്യാം. നമ്മളിവിടെ എന്തൊക്കെ കൊടുക്കും, പേര് കൊടുക്കും, അഡ്രസ്സ് കൊടുക്കും, അല്ലെങ്കിൽ പേര് കൊടുക്കും, അച്ഛൻ്റെ പേര് കൊടുക്കും, അഡ്രസ്സ് 2 വരി അഡ്രസ്സ് കാണും, ഒരു സ്ഥലം കൊടുക്കും, പോസ്റ്റ് ഓഫീസ് കൊടുക്കും, പിൻകോഡ് കൊടുക്കും. ഇത്രയല്ലേ നമ്മുടെ അഡ്രസ്സിലുള്ളൂ. 4 വരി കാണും നമ്മുടെ അഡ്രസ്സിൽ. അത് അങ്ങനെ കൊടുക്കും. ഇത് കുറേ ഉണ്ട്, നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാതെ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും, ഡിലീറ്റ് ആവും പിള്ളേരെ. ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നല്ല രസമാണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ശരി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ശേഷം ഇതേപോലെ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്തു, എല്ലാം ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. കണ്ടോ, ഒരാവശ്യമില്ല, നിങ്ങൾക്ക് അതിൽ തന്നെ കൊടുക്കാം. ഡിലീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഡിലീറ്റ് ചെയ്താൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കണ്ടോ, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആഡ് കൊടുക്കുമ്പോൾ ഫീൽഡ് നെയിം പുതിയത് അടിക്കാൻ പറയും. അപ്പം ഞാൻ ഇവിടെ പുതിയത് അടിക്കുകയാണ്, നെയിം എന്ന് അടിക്കുകയാണ്. ഓക്കെ, നെയിം എന്നടിച്ചു, നെയിം എന്നടിച്ചു. ഓക്കെ അല്ലേ, ക്ലിയർ. വീണ്ടും ആഡ് കൊടുത്തു. ഓക്കെ, അവിടെ നമുക്ക് അടുത്ത പേര് കൊടുക്കാം. ഇപ്പോൾ അഡ്രസ് ADD 1 എന്നടിച്ചു.
ഓക്കെ, വീണ്ടും ആഡ് കൊടുത്തു. അടുത്ത് ADD2 എന്ന് അടിച്ചു. ഓക്കെ, വീണ്ടും ആഡ് കൊടുക്കുകയാണ്. പ്ലേസ് കൊടുക്കാം, പ്ലേസ് കൊടുത്തു. അടുത്ത് ഒരു ഡേറ്റ് കോളം കൂടി നമുക്ക് കൊടുക്കാം, കാരണം ഡേറ്റ് മാറി മാറി വരണതുകൊണ്ട് ഡേറ്റ് കോളം കൊടുത്തു. ഓക്കെ അല്ലേ? അടുത്ത് നമുക്കൊരു പിൻ കോഡിൻ്റെ ഒരു കോളം കൂടി കൊടുക്കാം, പിൻ. ഓക്കെ, ക്ലിയർ. ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു. അടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് കണ്ട മുകളിൽ ആ കോളത്തിൻ്റെ പേര് മാറിയത് കണ്ട, ഫീൽഡ് നെയിം മാറിയത് കണ്ട. അപ്പം ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സിൻ്റെ ബോക്സ് ഇതാണ്. ഇതെങ്ങനെ വരുമെന്ന് അറിയാം. ഇവിടെ ടൈപ്പ് ചെയ്ത് ന്യൂ ലിസ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഈ ബോക്സ് വരും. ഈ ബോക്സിൻ്റെ കോളം ഹെഡിങ്ങുകൾ, ഈ മുകളിൽ കിടക്കുന്ന കോളം ഹെഡിങ്ങുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഫീൽഡ് നെയിം എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഫീൽഡ് നെയിമുകൾ കണ്ടല്ലോ, ഇതാണ് ഫീൽഡ് നെയിമുകൾ. ആ ഫീൽഡ് നെയിം നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റി. അതിന് നമ്മൾ കസ്റ്റമൈസ് കോളംസ് എടുത്തു, എഡിറ്റ് ചെയ്ത് മാറ്റി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എത്ര ഡേറ്റ സോഴ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പേര്, ഇപ്പോൾ ഒരാളുടെ പേര് അടിക്കുകയാണ്. ഇപ്പം ഞാൻ മനു എന്നടിച്ചു, മനു. ഓക്കെ, മനു നിവാസ്. പിന്നെ എന്തെങ്കിലും കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനുള്ള സമയമില്ല. ഓക്കെ, അടുത്ത് പിൻകോഡ്, നമുക്ക് എന്തെങ്കിലും ഒരു പിൻകോഡ് കൊടുക്കാം. ഓക്കെ, ഒരു അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. അടുത്ത് വീണ്ടും അടുത്ത അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ എൻട്രി കൊടുത്തു. അപ്പോൾ കണ്ട താഴെ അടുത്ത ബോക്സ് വന്ന് കണ്ട, അവിടെ നമുക്ക് അടുത്ത പേരടിക്കാം. അശ്വതി എന്നടിച്ചു, അശ്വതി. ഓക്കെ, അശ്വതി ഭവൻ. ഓക്കെ, അടുത്ത് എന്തെങ്കിലും അഡ്രസ്സ് കൊടുത്തു. ഓക്കെ അല്ലേ? ഡേറ്റ് കൊടുത്തു. അടുത്ത് പിൻകോഡ് കൊടുത്തു. മൂന്നാമത് വീണ്ടും എനിക്കൊരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. നോക്കിക്കോ, അടുത്ത് നോക്കി, ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഒരു പേരെന്താ? ഐശ്വര്യ എന്ന് കൊടുക്കാം. ഐശ്വര്യ ഭവൻ. ഓക്കെ, 2/3/2025. ഓക്കെ, ഒരു പിൻകോഡ് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 അഡ്രസ്സ് ഞാനിവിടെ എന്ത് ചെയ്തു? പിള്ളേരെ ടൈപ്പ് ചെയ്ത് വെച്ചു അല്ലേ? 3 അഡ്രസ്സ് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 3 ഡേറ്റ സോഴ്സ് ഇത് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ 3 ഡേറ്റ സോഴ്സ് ഇവിടെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ കൊടുത്തപ്പോൾ അടുത്ത പരിപാടി നോക്ക്. അടുത്ത് നേരെ എങ്ങോട്ട് പോയി? ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെന്ന് കമ്പ്യൂട്ടർ അറിയാം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യണം? സേവ് ചെയ്യാൻ വേണ്ടി പോയി. കണ്ട, ഇത് സേവ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് വന്നു. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഒരു ഡിഫോൾട്ട് ലൊക്കേഷൻ ഇല്ലേ? കണ്ട, ഡോക്യുമെൻസിനകത്തൊരു ഡിഫോൾട്ട് ലൊക്കേഷൻ ഇല്ലേ? ഇതിൻ്റെ പേരെന്താ കിടക്കുന്നത്? മൈ ഡേറ്റ സോഴ്സസ്. കണ്ട, അപ്പോൾ മൈ ഡേറ്റ സോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അഡ്രസ് ലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഡിഫോൾട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുക. മൈ ഡേറ്റ സോഴ്സസ്, ഓർമ്മിക്കണേ, മൈ ഡേറ്റ സോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിലാണ് ഡിഫോൾട്ടായിട്ട് അഡ്രസ് ലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? സേവ് ആവുന്നത്. അപ്പം ഞാനിവിടെ ADD1 എന്ന് അടിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? സേവ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഒരു ഫയൽ നെയിം അടിച്ചു. എന്ത് കൊടുത്തു? സേവ് കൊടുത്തു. അപ്പം നോക്ക്, ഞാൻ ടൈപ്പ് ചെയ്ത അഡ്രസ്സുകൾ ഇവിടെ വന്നത് കണ്ടാ? ടൈപ്പ് ചെയ്ത അഡ്രസ്സ് ഇവിടെ വന്ന് കണ്ടാടാ? ഈ പറഞ്ഞ അഡ്രസ്സുകൾ അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ എന്ത് ചെയ്യും? അവർ കാണിക്കും. ഒരിക്കൽ അഡ്രസ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത അഡ്രസ്സിൽ നമുക്ക് പിന്നീട് അവിടുത്തെ ഫീൽഡ് നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഫീൽഡ് നെയിം ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഇതിന് സോർട്ട് ഫൈൻഡൊക്കെ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഈ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്ത ശേഷം, മെർജ് ചെയ്ത ശേഷം അഡ്രസ്സിൽ വേണമെങ്കിൽ എഡിഷൻ വരുത്താം. പക്ഷേ ഫീൽഡ് നെയിം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ പുതിയ അഡ്രസ്സസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ ഇനി ഒരിക്കൽ സേവ് ചെയ്തതിന് പിന്നെ നമുക്ക് ഫീൽഡ് നെയിമിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല. അപ്പോൾ അഡ്രസ്സുകൾ വേണമെങ്കിൽ വീണ്ടും തിരുത്താൻ പറ്റും. അതിന് ഇപ്പോൾ പറ്റൂല. മെർജ് ചെയ്ത ശേഷം വീണ്ടും പിന്നീട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അഡ്രസ്സിൽ മാറ്റം വരുത്താം. ഫീൽഡ് നെയിമിൽ മാറ്റം വരുത്താൻ പറ്റൂല ഒരിക്കൽ സേവ് ചെയ്താൽ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഈ അഡ്രസ്സുകൾ ഇപ്പം ഞാൻ കൊടുത്ത അഡ്രസ്സ് നമ്മൾ ADD1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ നെയിം അടിച്ചല്ലേ സേവ് ചെയ്തേ. അത് സേവ് ആയ എക്സ്റ്റൻഷൻ ഏത്? മറക്കല്ല്. ഇവിടെ
ഡേറ്റ സോഴ്സുകൾ സേവ് ആവുന്ന എക്സ്റ്റൻഷൻ ചോദിച്ചാൽ .mdb എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ് സേവ് ആവുന്നത്. ഓർമ്മിക്കുക, .mdb ആണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആക്സസ് ഡേറ്റാബേസ് ആണ്. ഓർമ്മിക്കുക, മൈക്രോസോഫ്റ്റ് ഓഫീസ് ആക്സസ് ഡേറ്റാബേസ് എന്ന് പറയുന്ന ആ ഒരു എക്സ്റ്റൻഷനിലാണ് സേവ് ആവുന്നത്. .mdb എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനിലാണ് ഈ പറഞ്ഞ അഡ്രസ് ലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് പിള്ളേരെ സേവ് ആവുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ ആ അഡ്രസ്സ് അങ്ങനെ നമ്മൾ അഡ്രസ്സുകളെല്ലാം എന്ത് ചെയ്തു, സേവ് ചെയ്തു എന്ന് കണ്ടു, ഓക്കെ കൊടുത്തു. ഓക്കെയാണ്, ഞാൻ ഇത്രയുമാണ് ചെയ്തത്. ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു, ഒരു ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്തു, അഡ്രസ് ലിസ്റ്റും എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ തീർന്നില്ല, ഇനി മെർജാണ് പഠിക്കണം. അപ്പോൾ ഇവിടെ ഇത്രയും ഓർമ്മിക്കുക. ആദ്യം ഞാൻ ചെയ്തത് സ്റ്റാർട്ട് മെയിൽ മെർജ് എടുത്തു. അതിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ടൂൾ എടുത്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എടുത്തു. വിസാർഡ് വന്നു. വിസാർഡിൽ 6 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് സെലക്ട് ഡോക്യുമെൻറ്റ് ടൈപ്പാണ്. 5 ഡോക്യുമെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. സ്റ്റാർട്ടിങ് ഡോക്യുമെൻറ്റ് കൊടുത്തു, ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് റെസിപ്പിയൻ്റ് എടുത്തു. സെലക്ട് റെസിപ്പിയൻ്റ് എടുത്തപ്പോൾ അവർ 3 ഓപ്ഷൻ ചോദിച്ചു. നേരത്തെ ഉള്ളത് എക്സസീവ് ലിസ്റ്റിൽ നിന്ന് എടുക്കണോ, അതോ ഔട്ട്ലുക്ക് കോൺടാക്ട്സിൽ നിന്ന് എടുക്കണോ, അതോ പുതിയതായിട്ട് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പുതുതായിട്ട് ടൈപ്പ് ചെയ്യണമെന്ന് കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തപ്പോൾ ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സ് വന്നു. ന്യൂ അഡ്രസ് ലിസ്റ്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ കോളം ഹെഡിങ്ങുകളുണ്ട്. ആ കോളം ഹെഡിങ്ങുകൾ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഫീൽഡ് നെയിം എന്ന് വിളിച്ചു. അത് മാറ്റി വേറെ ഫീൽഡ് നെയിമുകൾ കൊടുത്തു. അതിന് കസ്റ്റമൈസ് കോളം ഓപ്ഷൻ ഉപയോഗിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അഡ്രസ്സുകൾ ഞാൻ ന്യൂ എൻട്രി എടുത്ത് ഞാൻ അഡ്രസ്സുകളൊക്കെ ടൈപ്പ് ചെയ്തു. അഡ്രസ്സുകളൊക്കെ ടൈപ്പ് ചെയ്ത ശേഷം ഞാൻ അത് ഓക്കെ കൊടുത്തപ്പോൾ സേവ് ചെയ്യാൻ പറഞ്ഞു. സേവ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്ത് വന്നു, ഒരു പുതിയ ലൊക്കേഷൻ വന്നു. അഡ്രസ് ലിസ്റ്റുകൾ സേവ് ചെയ്യാൻ ഉപയോഗിച്ച ലൊക്കേഷനാണ് മൈ ഡേറ്റ സോഴ്സസ്. ആ മൈ ഡേറ്റ സോഴ്സസ് തന്നെ ഞാൻ സേവ് ചെയ്തു. നിർബന്ധമൊന്നുമില്ല അവിടെ സേവ് ചെയ്യണമെന്ന്, വേറെ സ്ഥലത്തൊക്കെ സേവ് ചെയ്യാം. അവിടെ അത് ഡിഫോൾട്ട് ആയതുകൊണ്ട് ഞാൻ അവിടെ സേവ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ മൈ ഡേറ്റ സോഴ്സസ് ഞാൻ ഒരു ഫയൽ നെയിം അടിച്ച് സേവ് ചെയ്തു. അപ്പോഴവർ റിപ്പോർട്ട് കാണിച്ചു. ആ റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് എന്ത് എഡിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു, ഫീൽഡ് നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മിച്ചിരിക്കാം. ബാക്കി അഡ്രസ്സും എഡിറ്റ് ചെയ്യാൻ പറ്റൂല. അഡ്രസ്സ് എഡിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ മെർജ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ട് അഡ്രസ്സ് എഡിറ്റ് ചെയ്യണം. മെർജ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്രസ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ അഡ്രസ്സും എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു, എഡിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഡ്രസ് ലിസ്റ്റ് സേവ് ആയ എക്സ്റ്റൻഷൻ ഏതെന്ന് പറഞ്ഞു, .mdb ആണെന്ന് പറഞ്ഞു. MDBയുടെ ഫുൾ ഫോമാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആക്സസ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നീട് ഞാൻ റിപ്പോർട്ടൊക്കെ കണ്ട് എനിക്ക് തൃപ്തിയായി. ഞാൻ ഓക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഇനിയാണ് അടുത്ത ജോലി. ശ്രദ്ധിച്ചിരിക്കുക, നോക്ക് പിള്ളേരെ. ഇവിടെ 2 എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിന് താഴെയാണ് എനിക്ക് അഡ്രസ്സുകൾ എന്ത് ചെയ്യേണ്ടത്, കൊണ്ടുവരേണ്ടത് എന്ന് നമുക്കറിയാം. 2ൻ്റെ താഴെയാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ 2ൻ്റെ താഴെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അവിടെ കഴ്സർ കൊണ്ട് വെച്ചിട്ട് ടാബൊക്കെ കൊടുത്ത് കറക്റ്റ് സ്ഥലത്തൊക്കെ അവിടെയാണല്ലോ വരേണ്ട സ്ഥലത്ത് ഞാൻ ആരെത്തിച്ചു, കഴ്സറിനെ ഞാൻ എത്തിച്ചു. ഓക്കെയാണ്, ശരി. ഇനി ഞാൻ നേരെ എങ്ങോട്ട് പോവുകയാണ്, അടുത്ത ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ പോയിട്ട് ഇൻസേർട്ട് മെർജ് ഫീൽഡ് കണ്ടോ? ഇൻസേർട്ട് മെർജ് ഫീൽഡിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ നേരത്തെ കൊടുത്ത ഫീൽഡ് നെയിമുകൾ ഇവിടെ ഇല്ലേ? അതിൽ ആരൊക്കെയാണ്? ഒന്ന് നെയിം, അടുത്ത് നോക്ക് അഡ്രസ് 1, അടുത്ത് അഡ്രസ് 2, അടുത്ത് പ്ലേസ്, അടുത്ത് ഡേറ്റ് വേണ്ട. നമുക്കിവിടെ ഡേറ്റ് താഴെ വെച്ചാൽ മതിയല്ലോ, ഇവിടെ നമുക്ക് ഡേറ്റ് വേണ്ട. ഓക്കെ, പ്ലേസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ആര് വേണം? പിൻകോഡ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ ആ വേണ്ട കാര്യങ്ങളെല്ലാം റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡിൽ നിന്നും എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതിനെയൊക്കെ താഴെ കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടയിൽ വെച്ചിട്ട് എൻ്ററൊക്കെ കൊടുക്കുകയാണേ. താഴെ കൊണ്ടുവരണ്ടേ? താഴെ വന്നാലല്ലേ രസമുള്ളൂ കാണാൻ. അപ്പം ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. നോക്കിയോ, എൻ്റർ കൊടുക്കുകയാണ്. കണ്ട് ഇതേപോലെ എൻ്റർ കൊടുക്കുകയാണ്. നോക്കിയോ, എൻ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെവിടെ വന്നു? താഴെ വന്നില്ലേ? താഴെ അല്ലേ കിടക്കുക? ഇനി ഇവിടെ ഒരു പ്ലേസ്, ആ പ്ലേസ് ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേസ് കൊടുത്തു. ഇവിടെ ഡേറ്റ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഡേറ്റ് കൊടുത്തു. ഇത്രയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇപ്പോൾ ചെയ്ത ജോലി എന്ന് പറയുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫീൽഡ് നെയിമുകൾ ടെംപ്ലേറ്റിലേക്ക് എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അതിന് ചെയ്യാൻ വേണ്ടി റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ടൂള് ഞാൻ ഉപയോഗിച്ചു. ഓക്കെ, ക്ലിയർ, തീർന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് അടുത്ത് എന്ത് ചെയ്യേണ്ടത്? ഫിനിഷ്. അടുത്ത് നോക്കേണ്ട ജോലി ഫിനിഷാണ്. ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഫിനിഷ് ആൻഡ് മെർജ് കണ്ടില്ലേടാ? അവിടെ 3 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇത് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓർമ്മിക്കുക. ഫിനിഷ് ആൻഡ് മെർജിൽ 3 ഓപ്ഷൻ. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് 1, എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ്. രണ്ടാമത്തത് പ്രിൻ്റ് ഡോക്യുമെൻ്റ്. മൂന്നാമത്തത് സെൻഡ് ഇമെയിൽ മെസ്സേജസ്. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്,
പ്രിന്റ് ഡോക്യുമെന്റ്സ്, സെൻഡ് ഇമെയിൽ മെസ്സേജസ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് കണ്ടോ കിടക്കുന്നത്, എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് എന്ന്. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ കാര്യങ്ങളെല്ലാം, ഈ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം എന്തായി വരും? ഒരു ഡോക്യുമെന്റ് ആയിട്ട് മെർജായി വരും. ക്ലിയർലേ? പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത്രയും ഈ ഡേറ്റ സോഴ്സ്, നമ്മൾ 3 ഡേറ്റ സോഴ്സാണ് കൊടുത്തത്. ആ 3 ഡേറ്റ സോഴ്സ് ഇതെല്ലാം ഈ പേജ് 3 പേജായിട്ട് പ്രിന്റ് ആയി വരും. ഡിഫറെൻറ്റ് അഡ്രസ്സാണ്. സെൻഡ് ഇമെയിൽ ആയാൽ ഇമെയിലിലേക്ക് അപ്ലോഡ് ആവും. അപ്പോൾ ഞാൻ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് കൊടുത്ത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് കൊടുത്തു. നോക്ക് വളരെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് കൊടുത്തു. എനിക്ക് എത്ര ഡേറ്റ സോഴ്സ് ഉണ്ട്? 3 ഡേറ്റ സോഴ്സ് ഉണ്ട്. ഒരു ഫോർമാറ്റും 3 ഡേറ്റ സോഴ്സും. ഞാൻ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് കൊടുത്തു. ഓക്കെ കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും നോക്കിയോ, ഓക്കെ കൊടുക്കണമെന്ന് നോക്കിയോ, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ഇവിടെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ആയി. ലെറ്റേഴ്സ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡോക്യുമെൻ്റ് അവിടെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ആയി. കണ്ടില്ലേ? 50 അഡ്രസ്സ് ഉണ്ടെങ്കിലും 250 അഡ്രസ്സ് ഉണ്ടെങ്കിലും 500 അഡ്രസ്സ് ഉണ്ടെങ്കിലും ഫോർമാറ്റ് ഒരു ഫോർമാറ്റേ ഉള്ളൂ. ആ ഫോർമാറ്റ് ഈ 500 അഡ്രസ്സിലേക്ക് മെർജായി വരുമ്പോൾ അവിടെ ക്രിയേറ്റ് ആവുന്ന ഡോക്യുമെൻ്റ് എണ്ണം 1 ആണ്. ഒരു ഡോക്യുമെൻറ്റേ ക്രിയേറ്റ് ആവുള്ളൂ പിള്ളേരെ. 500 അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേ ക്രിയേറ്റ് ആവുള്ളൂ. ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയി. അതിൽ ആദ്യം നോക്ക് മനുവിൻ്റെ അഡ്രസ്സും മനുവിൻ്റെ കാര്യങ്ങളും കണ്ടോ. അടുത്ത് നോക്കിയേ രണ്ടാമത് അശ്വതിയുടെ അഡ്രസ്സും അശ്വതിയുടെ കാര്യങ്ങളും കണ്ടോ. മൂന്നാമത് നോക്കി ഐശ്വര്യയുടെ അഡ്രസ്സും ഐശ്വര്യയുടെ കാര്യങ്ങളും കണ്ടോ. മാറ്റർ ഒന്നല്ലേ. ഒരു ഡോക്യുമെൻറ്റിൽ 3 അഡ്രസ്സ് മെർജായി വന്നില്ലേ? ഇതാണ് മെയിൽ മെർജ് എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നന്നായിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഇത് കേട്ട് പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മെയിൽ മെർജ്. ഓക്കെ.